പി വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, അല്പസമയത്തിനകം തന്നെ എ പത്മകുമാറിനെയും കൊണ്ട് അന്വേഷണ സംഘം പുറത്തേക്ക് വരുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് രാഷ്ട്രീയമായി ഉണ്ടാക്കുന്ന തിരിച്ചടി അത്ര ചെറുതല്ല. ശബരിമല എത്രത്തോളം ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന അനുഭവം നമുക്ക് മുന്നിലുണ്ട്. അത് ഈ താഴെ തട്ട് വരെയുള്ള ഒരു തെരഞ്ഞെടുപ്പാവുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും CPM-ന് എത്രത്തോളം അത് സാധ്യമാവും? CPM-ന് അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാകുന്ന പ്രതിസന്ധിയിലാക്കുന്ന നീക്കമാണ് ഇപ്പോൾ SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. CPM-ന്റെ സംസ്ഥാന നേതൃത്വവും മുഖ്യമന്ത്രിയും ഒക്കെ ആവർത്തിച്ച് പറയുന്നത് ആരാണ് തെറ്റ് ചെയ്ത് ആരായാലും അവർ ശിക്ഷിക്കപ്പെടും. പക്ഷേ ഈ പത്മകുമാറിനെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കിയത് CPM ആണ്. പത്മകുമാറിനെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, നേരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. അത്തരത്തിൽ ആറന്മുള MLA അത്ര വളരെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരുന്ന ആൾ തന്നെയാണ് പത്മകുമാർ. പത്മകുമാറിനെ ഇത്തരമൊരു പദവിയിലേക്ക് കൊണ്ടുവന്ന CPM-ന് സ്വാഭാവികമായും ഇപ്പോൾ അയാൾ ഇത്തരമൊരു കേസിൽ ഉൾപ്പെടുമ്പോൾ അതിന് മറുപടി പറയേണ്ടിയും വരും. BJP-യും കോൺഗ്രസും ഒക്കെ ഇതിനകം സർക്കാരിനെ തന്നെ ഇത് ആയുധമാക്കി മാറ്റിക്കഴിഞ്ഞു. നേരത്തെ തന്നെ BJP-യും കോൺഗ്രസും വ്യക്തമാക്കിയത് ഉദ്യോഗസ്ഥരിൽ മാത്രം കേസ് അവസാനിപ്പിക്കാൻ കഴിയില്ല, ഉദ്യോഗസ്ഥരെ മാത്രം പഴിചാരി പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയില്ല, അതിനും അപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയ നേതൃത്വത്തിന് അറിവോടെ അല്ലാതെ ഇത്തരം ഒരു നീക്കങ്ങൾ നടക്കില്ല എന്നുള്ളതാണ്. ഏതായാലും രാഷ്ട്രീയ നേതൃത്വത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത്. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവ്, പത്തനംതിട്ട ഏറ്റവും പ്രമുഖനായ നേതാവാണ് പത്മകുമാർ. പത്മകുമാർ ഇന്ന് അറസ്റ്റിലായിരിക്കുന്നു. അല്പസമയത്തിനകം തിരുവനന്തപുരം ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രിയിൽ പത്മകുമാറിനെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുവരും. അതിനുശേഷമാകും കൊല്ലം കോടതിയിൽ ഹാജരാക്കുക. ഏതായാലും പത്മകുമാർ എന്ന് പറയുന്നത് CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ്, ഇപ്പോഴും നേതാവാണ്. അതുകൊണ്ടാണ് MV ഗോവിന്ദനൊക്കെ ഇന്ന് ഇന്നത്തെ നിലപാട് കൂടി ആ രീതിയിൽ സ്വീകരിച്ചത്. ഏതായാലും പത്മകുമാറിന്റെ അറസ്റ്റോടുകൂടി കാര്യങ്ങൾ അവസാനിക്കുമോ, അതിന് മുകളിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിന്റെ ആവശ്യം, BJP-യുടെ ആവശ്യം അന്നത്തെ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യണം, ഇപ്പോൾ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യണം, തൊട്ടുമുമ്പുള്ള ബോർഡ് പ്രസിഡന്റ് PS പ്രസാദിനെ ചോദ്യം ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങളാണ് BJP-ക്കൊക്കെ ഉള്ളത്. പക്ഷേ അതിലേക്ക് അന്വേഷണം എത്തുമോ എന്ന് വ്യക്തമല്ല. അവർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് ഇതുവരെ ഒരു തെളിവ് ലഭിച്ചിട്ടില്ല. ഇന്നത്തെ ഈ പത്മകുമാറിന്റെ മൊഴി വളരെ നിർണായകമാണ്. പത്മകുമാർ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ദൈവതുല്യരായി നമ്മൾ കാണുന്നവർ പോലും ഇതിൽ കുറ്റക്കാരായി വരുമെന്നും ആ ദൈവതുല്യരാര് എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. ദൈവവുമായി ചേർന്ന് നിൽക്കുന്നവരാണോ? തന്ത്രി അടക്കമുള്ളവരുടെ പേര് പല ഘട്ടങ്ങളിൽ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തന്ത്രിയാണോ? അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകുമ്പോൾ അതിനുമപ്പുറത്തേക്ക് രാഷ്ട്രീയ നേതൃത്വങ്ങളിലേക്ക് അന്വേഷണം പോകുമ്പോൾ എന്ന കാര്യമൊക്കെയാണ് അറിയേണ്ടത്. ഏതായാലും ഷീജ സൂചിപ്പിച്ചതുപോലെ ശബരിമല എന്നത് സംസ്ഥാന രാഷ്ട്രീയവുമായി വളരെ ചേർന്ന് കിടക്കുന്ന ഒരു ആരാധനാ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. 2018 ശബരിമല സ്ത്രീ പ്രവേശന വിധിക്ക് ശേഷം ശബരിമലയിലെ ഓരോ ചലനങ്ങളും രാഷ്ട്രീയമായി അത്രയധികം സ്വാധീനിക്കപ്പെടും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ശബരിമല സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാടെടുത്ത ഇടതുമുന്നണി അമ്പയെ തോറ്റ് പാലിയത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം തിരുത്തൽ വരുത്തിയിരുന്നു CPM. ഇപ്പോഴും ശബരിമല ആ രീതിയിൽ തന്നെ അതും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം കഴിഞ്ഞ ആഴ്ച വന്നു കഴിഞ്ഞു. നാളെ കൂടി മാത്രമേ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയൂ. പ്രാദേശിക വിഷയങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പൊതുവിൽ സ്വാധീനിക്കുമെങ്കിൽ പോലും ശബരിമല പോലുള്ള വിഷയങ്ങൾ ഏത് തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കാൻ തക്ക ശക്തിയുള്ളതാണ്. ആ രീതിയിലേക്ക് ഇതിനകം പ്രചരണം UDF-ഉം BJP-യും മാറ്റിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സർക്കാരിനെ വലിയ രീതിയിൽ ഇത് പ്രതിരോധത്തിലാക്കുമെന്ന് ഉറപ്പാണ്. വലിയ പ്രതിസന്ധിയിലാണ് സർക്കാർ ഉള്ളത്. ഇപ്പോൾ പത്മകുമാറിനെയും കൊണ്ട് പോലീസ് വാഹനം ജനറൽ ആശുപത്രിയിലേക്ക് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവ്, ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷൻ, CPM-ന്റെ മുൻ MLA, CPM-ന്റെ പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറി അംഗം, ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗം, സംസ്ഥാന സമിതി പ്രവർത്തകർ പ്രതിഷേധിച്ച് പാർട്ടി സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയ പത്മകുമാർ എന്ന CPM നേതാവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ അറസ്റ്റ് ചെയ്ത് വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുകയാണ്. അത് ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവ് പത്മകുമാർ ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിലാണ്. അധികം വൈകാതെ അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്കോ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിലേക്കോ മാറും. പത്മകുമാറിനെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി തിരുവനന്തപുരം ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ഇതുവരെ വീണ പരൽമീനുകളെങ്കിൽ വാസു മുതൽ അത് സ്രാവുകളിലേക്ക് മാറുകയാണ്. വമ്പൻ സ്രാവ് തന്നെയാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പത്മകുമാർ എന്നുള്ളത്. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവ്, ദേവസ്വം ബോർഡിലേക്ക് CPM നോമിനേറ്റ് ചെയ്ത നേതാവ് പത്മകുമാറാണ് ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലഴികളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള മെഡിക്കൽ പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമായി കൂടി ഇതിനെ കാണേണ്ടി വരും. കാരണം അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ആളുകൾ സ്വാഭാവികമായും എന്താണ് പത്മകുമാർ ഇതിൽ ചെയ്ത് തെറ്റെന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നെങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹം ഇതിൽ പ്രതിസ്ഥാനത്താണ്, ആരോപണ വിധേയനാണ്. ആ പത്മകുമാറിനെയാണ് ഇപ്പോൾ
വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. വൈകാതെ കൊല്ലം കോടതിയിലേക്ക് പത്മകുമാറിനെ കൊണ്ടുപോകും. ഒന്നുകിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്കോ അല്ലെങ്കിൽ SITയുടെ കസ്റ്റഡിയിലേക്കോ വിടും. ഏതായാലും അതിനിർണായകമായ നടപടി നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുകൊടുക്കുന്ന, സംസ്ഥാന രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന, ചർച്ചയാകുന്ന ഒരു നടപടിയിലേക്ക് SIT കടന്നിരിക്കുന്നു. ഈ കേസിൽ കോടതിയുടെ കൃത്യമായ നിരീക്ഷണമുണ്ട്, കോടതിയുടെ കൃത്യമായ മേൽനോട്ടമുണ്ട്. മെല്ലെ പോക്കാണ് അന്വേഷണത്തിൽ, വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു, ഡീറേറ്റ് ചെയ്യുന്നു അന്വേഷണത്തെ തുടങ്ങിയ വിമർശനങ്ങൾ പ്രതിപക്ഷവും BJPക്ക് ഉന്നയിക്കുമ്പോഴും ഇപ്പോൾ എത്തി നിൽക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിലേക്കാണ്. അതും സർക്കാരിന്, CPMന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു നേതാവിലേക്കാണ്. അദ്ദേഹം ആ രീതിയിൽ, നമുക്കറിയാം CPM വിഭാഗീയ കാലത്ത് പോലും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട നിലപാടുകളെടുത്ത ആളാണ് പത്മകുമാർ. ആ പത്മകുമാറിനെയാണ് ഇപ്പോൾ ചോദ്യം മെഡിക്കൽ പരിശോധനയ്ക്കായി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആ പത്മകുമാറിനെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അധികം വൈകാതെ അദ്ദേഹത്തെ പോലീസ് കോടതിയിൽ ഹാജരാക്കും. ഏതായാലും ഈ വിഷയത്തിൽ ഇവിടം കൊണ്ട് നിൽക്കുമോ, ഇതിനു മുകളിലേക്ക് പോകുമോ? രാഷ്ട്രീയ നേതൃത്വം പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിനൊപ്പം ബോർഡ് അംഗങ്ങളായിരുന്ന രണ്ടുപേർ കൂടിയുണ്ട്. അവരിലേക്ക് അന്വേഷണം പോകുമോ? അല്ലെങ്കിൽ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ പൂർണ്ണമായും ഈ പത്മകുമാറിന്റെ തള്ള നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. ദേവസ്വം ബോർഡിനെ, ദൈനംദിന കാര്യങ്ങളിൽ സർക്കാരിനെ, ദേവസ്വം വകുപ്പിനെ ഒന്നും ചെയ്യാനില്ല, അവർ തന്നെയാണ് എല്ലാം ചെയ്യേണ്ടത്. ശബരിമല ഒരു കാര്യങ്ങൾക്കും ആ രീതിയിൽ തീർത്ഥാടനം സുഗമമാക്കി നടത്തുന്നതിനകത്തേക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും പത്മകുമാറിനെ കീഴൊഴിഞ്ഞു CPMന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ. ഏതായാലും PV അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു സാങ്കേതിക പ്രശ്നം. എന്തായാലും CPMനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിലേറെ പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു കാര്യവുമില്ല. CPMന്റെ പതിറ്റാണ്ടുകളായി പത്തനംതിട്ടയിലെ CPMന്റെ മുഖമായി നിൽക്കുന്ന ആളാണ് പത്മകുമാർ. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു, ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാണ്, MLA ആയിരുന്നു, പാർട്ടിക്ക് ഏറ്റവും വിശ്വസ്തനായ ആളായിരുന്നു. ഇടയ്ക്ക് കഴിഞ്ഞ സമ്മേളന കാലത്ത് ഒരു ചെറിയ അസ്വാരസ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പാർട്ടിയുടെ എക്കാലത്തെയും വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് പത്മകുമാർ. അങ്ങനെ ഒരാൾ പാർട്ടി നിയോഗിച്ച സ്ഥാനത്തിരുന്നു കൊണ്ട് തട്ടിപ്പ് നടത്തി, അഴിമതി നടത്തി, അല്ലെങ്കിൽ സ്വർണ്ണ കൊള്ളയുടെ സൂത്രധാരനായി മുഖ്യ പങ്ക് വഹിച്ചു എന്നുള്ള കണ്ടെത്തൽ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുമ്പോൾ അത് പാർട്ടിക്കുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. ആരായാലും പാർട്ടി സംരക്ഷിക്കില്ല. തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടും എന്നൊക്കെയുള്ള പല്ലവി കൊണ്ട് പ്രതിരോധിക്കാനാവുന്ന ഒരു നടപടിയിലേക്കല്ല ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കടന്നിട്ടുള്ളത് എന്നതാണ് ശ്രദ്ധേയം. അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഈ തട്ടിപ്പെല്ലാം ചെയ്തയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന നിലയിലേക്കായിരുന്നു ആദ്യഘട്ടത്തിൽ എല്ലാവരും കാര്യങ്ങളെ കൊണ്ട് എത്തിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അത് ആ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ആരാണോ അയ്യപ്പനെയും അയ്യപ്പന്റെ സ്വത്തുവകകളെയും സംരക്ഷിക്കേണ്ടത് അവരുൾപ്പെടെ അറിഞ്ഞാണ് അവിടെ തട്ടിപ്പ് നടന്നത് എന്നൊരു കണ്ടെത്തലിലേക്കാണ് SIT പോയത്. ഉദ്യോഗസ്ഥരുടെ മൊഴിയുണ്ട്, ഉദ്യോഗസ്ഥരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നൊരു വ്യാഖ്യാനം കൊടുക്കാനും അതിനിടയിൽ ശ്രമമുണ്ടായി. പക്ഷേ അതൊന്നുമല്ല, അവിടെ എല്ലാവരും അറിഞ്ഞുകൊണ്ട് അതൊരു കോക്കസ് തന്നെയായിരുന്നു എന്ന നിലയിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേരുമ്പോൾ ഇനി അടുത്തത്, ഇപ്പോൾ സതീശൻ പറഞ്ഞു കഴിഞ്ഞു, കടകംപള്ളിയെ ചോദ്യം ചെയ്യണം, വാസവന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്ന ഈ ജങ്ചർ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനു മുകളിലേക്ക് പോയാൽ CPMന് വല്ലാതെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേതൃത്വം അത് വളരെ ആകാംക്ഷയോടുകൂടി കാണുന്നത്. അന്വേഷണം പൂർണ്ണമായും സുതാര്യമെന്ന് CPM അവകാശപ്പെടുന്നു. കോടതി കൃത്യമായ നിരീക്ഷണമുള്ളതുകൊണ്ട് തന്നെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകാൻ കഴിയുകയുമില്ല. ഏതായാലും അടുത്ത തല ആരാണ്, ഏത് തലയാണ് ഉരുളാൻ പോകുന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. സ്വാഭാവികമായും കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ VN വാസവനും എന്നൊക്കെ പേരുകൾ പ്രതിപക്ഷം പറയുന്നു. പക്ഷേ ഇതുവരെ അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച യാതൊരു തെളിവുകളും അല്ലെങ്കിൽ അത് മൊഴികളും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്തത് ആര് എന്ന ചോദ്യം പത്മകുമാറിൽ അവസാനിക്കുമോ, അല്ലെങ്കിൽ ഇനി ഉദ്യോഗസ്ഥർ ചിലർ കൂടി അറസ്റ്റ് ആവാനുണ്ട്, അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ നേതൃത്വം പത്മകുമാറിലൂടെ അവസാനിക്കുമോ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോകുമോ എന്നാണ് അറിയേണ്ടത്. അല്ലെങ്കിൽ മറ്റാരെങ്കിലും ശബരിമല ബന്ധപ്പെട്ടവർക്ക്